ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസൻ സച്ചിൻ പാസ്റ്റർ കുടുംബം, വിശേഷാൽ വിവിധ ഭാഗങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദേവദാസന്മാരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. പ്രകാരം റോമാലേഖനം തുറമാനമായി പഠിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 8-ാം അധ്യായമാണ് ചിന്തിച്ചു നിർത്തിയെങ്കിൽ തന്നെയും അതിനകത്ത് ചില ഭാഗങ്ങൾ പൂർണ്ണ ജയാളികൾ എന്നുള്ള ഒരു ഭാഗം, വി ആർ മോർ ദാൻ കോൺക്രേഴ്സ് എന്നുള്ള ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വിശദമായി ചിന്തിക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയണമെന്ന് ചില അഭിപ്രായങ്ങൾ വന്നതിനെ തുടർന്ന് അത് ആ ഭാഗം ഒന്നുകൂടെ ടച്ച് ചെയ്ത് പോയിട്ട് നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് കടപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. പൂർണ്ണ ജയാളികൾ 8-ാം അധ്യായം നമ്മളതിൻ്റെ 31 മുതലാണ് നമ്മൾ ആ ഭാഗം ചിന്തിച്ചത്. 31-ാമത്തെ 8-ൻ്റെ റോമാലേഖനം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, വീഡിയോ പലരുടെയും ഓഫാണ്, കഴിയുന്നതും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്താൽ വളരെ സൗകര്യമായിരിക്കും. നിങ്ങളുടെയൊക്കെ മുഖം കണ്ടുകൊണ്ട് ശുശ്രൂഷിപ്പാൻ അതെന്നെ സഹായിക്കുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സാഹചര്യമുള്ളവരൊക്കെ വീഡിയോ ഓൺ ചെയ്യുവാനായിട്ട് ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതു സംബന്ധിച്ച് റോമാലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറും. ദൈവം നമുക്ക് അനുകൂലമായി, അതിനെക്കുറിച്ച് പൗലോസ് താഴോട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിന് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് സകലതും നൽകാതിരിക്കുമോ? അപ്പം ദൈവം അനുകൂലമാണ് എങ്കിൽ പ്രതികൂലമാണ്. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായി മാറി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അപ്പം ഇവിടെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ആ കഴിഞ്ഞ ആഴ്ച ഭാഗങ്ങളൊക്കെ വിവരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ നന്മ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളതല്ല. സ്വർഗീയമായ നന്മകൾ, ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നു. ഈ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അപ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിച്ച ഭക്തന്മാരാണ്. നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിച്ച് അവൻ്റെ ഭാഗമായി, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. രണ്ടാമത്തെ തുറമുള്ള പ്രാക്ടിക്കൽ ലൈഫിലാണ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ നമ്മളെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുന്നു. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അബ്രഹാം ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ തനിക്ക് വാക്തത്വമായി ലഭിച്ചിരുന്ന സന്തതിയെ പിന്നെ യാഗമായിട്ട് അർപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു അത്ര ദൈവത്തോട് സ്നേഹമുള്ള ഒരു വ്യക്തിയായി മാറിയത് കൊണ്ട് അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് മറ്റൊരു തരത്തിൽ അറിയപ്പെടുവാൻ ഇടയായി തീർന്നു. ഇവിടെ ഈ ഭാഗം, അവൻ മുൻനിറഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ ഭാഗം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ 9-ാം അധ്യായമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു മുന്നറിവ്, അപ്പം മുന്നറിവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫോർ നോളജിനെ കുറിച്ച് അവിടെ പൗലോസ് പറയുന്നത്. മറ്റാരും, ഒരു അപ്പോസ്തലനോ മറ്റു യാതൊരു പ്രവാചകന്മാരോ നമുക്ക് വെളിപ്പെടുത്തി തരാത്ത ഒരു ഭാഗമാണ് പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മുന്നറിവ് എന്ന് പറഞ്ഞാൽ ഫോർ നോളജ്. ഇപ്പം ദൈവത്തിൻ്റെ ഫോർ നോളജിൽ എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച്, ഇപ്പം ഞാൻ എന്നെ തന്നെ ഒരു ഉദാഹരണമാക്കി എടുക്കുകയാണെങ്കിൽ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ടൈം ലൈൻ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഞാൻ ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകനായിട്ട് ജനിക്കുമെന്നും ഞാൻ ഇന്ന വിദ്യാഭ്യാസം ചെയ്യുമെന്നും
ഞാൻ എൻ്റെ ജീവിതം എപ്രകാരമായിരിക്കുമെന്നും ഞാൻ ഏതു സമയം കർത്താവിൻ്റെ വിളി കേൾക്കുമെന്നും ഏത് സമയം ഈ രക്ഷയിലേക്ക് പ്രവേശിക്കുമെന്നുള്ള മുന്നറിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളി കേൾക്കുമോ, ഞാൻ വിളി കേൾക്കാതിരിക്കുമോ? ഞാൻ സുവിശേഷം അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം താൽ ആകർഷിക്കപ്പെടുകയും പുത്രനെ അനുസരിക്കുകയും ആ വിളി കേൾക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആ വിളി അനുസരിച്ച് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അവനോട് ചേരുകയും ചെയ്യുന്ന ആ ഒരു കാര്യം തുറന്ന് എൻ്റെ ജീവിതം, നാളെ ഞാൻ എപ്രകാരമായിരിക്കും, ഞാൻ ഏത് സമയം മരിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഫോർ നോളേജ്, മുന്നറിവിലുള്ള കാര്യങ്ങളാണ്. നാം എവിടെ ജോലി ചെയ്യും, നാം എവിടെയായിരിക്കും, നമ്മുടെ പ്രവൃത്തി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ അറിവുണ്ട്. അപ്പോൾ ആ മുന്നറിവിൽ ഉള്ളവരെ മുൻ നിയമിച്ചു. അപ്പം ഞാൻ രക്ഷയിലേക്ക് വരുമോ വരത്തില്ലോ ദൈവത്തിന് നല്ലപോലെ അറിയാം. അതാണ് ദൈവത്തിൻ്റെ ഫോർ നോളജ് ഉള്ളൊരു കാര്യമാണ്. അത് ഈ ലോകത്ത് ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യനെക്കുറിച്ചും ദൈവത്തിൻ്റെ ടൈം ലൈൻ, ദൈവത്തിന് ടൈം ലൈൻ നല്ലതുപോലെ അറിയാം. ഫോർ നോളജ്, മുന്നറിവ്, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളെയും അറിയുന്ന മാസ്റ്റർ ബ്രെയിൻ ഉള്ള സർവശക്തനായ ദൈവമാണ് ഈ സർവ യൂണിവേഴ്സിനെയും സൃഷ്ടിച്ച ദൈവത്തിന്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പൗലോസ് സ്വീകരിക്കുന്നത്, അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഒറ്റ വാക്കിനാലാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. അപ്പം അത്ര ആ ദൈവത്തിൻ്റെ ആ മാനുഷികമായ സൂപ്പർ നാച്ചുറൽ പവറിനെ ആർക്കും അളക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പല മിസ്റ്ററികളും നമുക്ക് ഇന്നും പൂർണ്ണമായിട്ട് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല. പഴയ നിയമത്തിൽ അത് ഭാഗമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്ന എബ്രായ ലേഖന കർത്താവ് പറയുന്നു, 1-ാം അധ്യായം. പിന്നീടാണത് പുത്രൻ മുഖാന്തരം നമുക്ക് പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടി. ഇപ്പോൾ അപ്പോസ്തലന്മാർ മുഖാന്തരം ആ മർമ്മങ്ങളൊക്കെ നമുക്ക് കുറച്ച് വെളിപ്പെട്ടു. പക്ഷെ എല്ലാ മർമ്മങ്ങളും ഞാൻ വിശ്വസിക്കുന്നത് നിത്യതയിൽ ചെല്ലും മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായൊരു അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്ന ആ മുന്നറിവിൽ അങ്ങനെ കണ്ടവരെയാണ് മുൻ നിയമിക്കുന്നത്. നമ്മൾ ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി 9-ാം അധ്യായത്തിൽ പൗലോസ് പിന്നെ വിശദീകരിക്കുന്നത് കൊണ്ട് ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ ആ ഭാഗം വരുമ്പോൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, പിന്നെയുള്ള പ്രോസസ്സ് ഇതാണ്: വിളിക്കുന്നു, വിളിച്ചവരെ ജസ്റ്റിഫൈ ചെയ്യുന്നു, ആ നീതീകരിച്ചവരെ തേജസ്കരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രോസസ്സ്. എൻ്റെ കർത്താവിൻ്റെ പദ്ധതി അതാണ്, എൻ്റെ പ്ലാൻ അതാണ്. ഇനി ഇതിനെപ്പറ്റി നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഇനി ഇതിനെപ്പറ്റി പൗലോസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഭാഗം ഇങ്ങനെ പറയുന്നു: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ ഭാഗത്ത് പൗലോസ് പറയുന്ന ഒരു കാര്യം, സ്വന്തം പുത്രനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്ന ഹീ ഹൂ ഡിഡ് നോട്ട് സ്പെയർ ഹിസ് ഓൺ സൺ എന്ന് പറയുന്നത്, നമ്മളിപ്പം കർത്താവിനെ തനിക്കായിട്ട് പിടിച്ചു വെക്കാതെ നമുക്ക് വേണ്ടി വിട്ടുതന്ന ദൈവം, നമുക്ക് വേണ്ടി പൂർണ്ണമായി നമ്മുടെ പാപത്തിനു വേണ്ടി നമ്മൾ ഏൽക്കേണ്ട ശിക്ഷയ്ക്ക് പകരമായി തൻ്റെ പുത്രനെ കാൽവരി കൊലക്കളത്തിൽ വിട്ടുകൊടുത്ത് കർത്താവിനെ അവിടെ സ്പെയർ ആക്കി വെക്കാതെ നമുക്ക് വേണ്ടി വിട്ടുതന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, അങ്ങനെയാണ് ദൈവം നമുക്ക് അനുകൂലമായി തീർന്നു. അങ്ങനെ ഇത്രത്തോളം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചു തീർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. അപ്പൊ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ വിശ്വാസത്തിലേക്ക് ചേർത്ത, നമ്മളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അവന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കർത്താവിന്റെ സ്നേഹത്തെ കാണിക്കുക. ആ മുൻ നിയമിച്ചവരെ വിളിച്ച് നീതീകരിച്ചു, അവരെ തേജസ്കരിക്കാൻ പോവുകയാണ്. അങ്ങനെ നീതീകരിച്ചവനെ ഇനി ആർക്ക് കുറ്റം വിധിക്കുവാനായിട്ട് കഴിയും? ആർക്കിനി ശിക്ഷ വിധിക്കുവാനായിട്ട് കഴിയും? ആർക്കും ശിക്ഷ വിധിക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലെ യാതൊരു ശക്തിക്കും ദൈവം തെരഞ്ഞെടുത്ത
ദൈവം തിരഞ്ഞെടുത്ത, ദൈവം നീതീകരിച്ച ഒരു വ്യക്തിയെ ഇനി ലോകത്താർക്കും ശിക്ഷ വിധിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയില്ല. ആ ഭാഗം എടുത്തിട്ട് ഇവിടെയാണ് പൗലോസ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്, ഇനി ഒരു ശിക്ഷാവിധിയില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇനി ശിക്ഷയില്ലെന്ന് ഒഴിവായിരിക്കുന്നു. അങ്ങനെ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു. അങ്ങനെ ദൈവം വിളിച്ചവർക്ക് വേണ്ടി അവനോട് സകലതും നൽകാതിരിക്കുമോ? ഈ ഭാഗം ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഒരു വചനഭാഗമാണ്. പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളെ നിങ്ങളെ വിളിച്ചു, നിങ്ങൾക്ക് വേണ്ടി എല്ലാം തരാം. ഈ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചും അല്ല പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്ക് നിത്യമായ അവകാശങ്ങൾ, സ്വർഗീയമായ അല്ലെങ്കിൽ ആത്മീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ ഭൂമിയിലെ യാതൊരു അനുഗ്രഹങ്ങളെക്കുറിച്ചുമല്ല, ഭൂമിയിൽ ലഭിക്കുന്ന ഒരു ഭൗതികമായ വസ്തുക്കളെക്കുറിച്ചുമല്ല അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് പൗലോസ് ചോദിക്കുന്ന ഈ ഭാഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇവിടെ നമ്മളെക്കാളൊക്കെ എവിടെയുള്ള നിരീശ്വരവാദികളും യേശുവിനെ അറിയാത്തവരും ഒക്കെ നമ്മളെക്കാൾ മനോഹരമായ രമ്യകർമ്മങ്ങളിലാണ് താമസിക്കുന്നത്. നല്ല ജോലി ഉണ്ട്, നല്ല ബംഗ്ലാവുണ്ട്, നല്ല ഭവനമുണ്ട്. അവർ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ കർത്താവ് ഒരിക്കലും ഈ ഭൂമിയിൽ കർത്താവ് വന്നത് തന്നെ നമ്മളെ ഈ ഇഹലോകത്തിൽ സമ്പന്നനാക്കാനല്ല, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ അംബാനിയാക്കാനോ ബിൽഗേറ്റ്സ് ആക്കാനോ ഒന്നുമല്ല കർത്താവിനെ ദൈവം തന്നത്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ അവരെല്ലാം സമ്പന്നന്മാരായിരുന്നു. അബ്രഹാം ബഹുസമ്പന്നായിരുന്നു, യേശു ക്രിസ്തു വന്നിട്ടില്ല. അപ്പോൾ അവനോട് സകലം നൽകാതിരിക്കും ചോദിക്കുന്നത്. പത്രോസ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം, നാശം എന്നിവയില്ലാത്തതായ ഒരു അവകാശത്തിനായി തന്നെ വീണ്ടും നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി പകർന്ന നിത്യമായ അവകാശങ്ങളാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്. അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? അപ്പോൾ ആ പുത്രനാണ് ആദ്യജാതൻ. നമ്മളെല്ലാം അവൻ്റെ സഹോദരന്മാരായിട്ടാണ് മാറുന്നത്. ആദ്യജാതൻ, ഏകജാതൻ ആദ്യജാതനായി മാറുന്നു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്, ആദ്യ ഫലമായി മാറി. അപ്പോൾ ഇനി നമ്മളെല്ലാം ഈ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി മാറുകയും അവൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുകയും ചെയ്യുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആ തേജസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് നമുക്ക് വേണ്ടി അവൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവകാശങ്ങൾ നമുക്ക് വേണ്ടി ദൈവം തരുന്നു. അതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തവരെ ഇനി ആർക്കും കുറ്റം ചുമത്താൻ കഴിയുകയില്ല. നീതീകരിക്കുന്നവൻ ദൈവമാണ്. അടുത്ത 36, ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തതിൽ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കും, നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ അവിടെ ആ ഭാഗത്ത് പിന്നെയും എടുത്തു പറയുന്നുണ്ട്, ദൈവം നമുക്ക് വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 24/7 നമ്മളെ നീതീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ 24 മണിക്കൂറും നമ്മളെ കഴുകിക്കൊണ്ടിരിക്കുന്ന, ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ അടുക്കലാണെന്ന് രാത്രി ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നമുക്ക് അത്ര പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഓരോ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമ്മളെ ദിനംപ്രതി കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എബ്രായ ലേഖനം 7:25 പറയുന്നു, അവൻ മുഖാന്തരം, കർത്താവായ യേശു ക്രിസ്തു വായിച്ചു, അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാകിയാൽ, മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നു. വലത്ത് ഭാഗം എന്ന് പറയുന്നത് ലിറ്ററലി വലത്ത് ഭാഗം എന്നല്ല, അധികാരത്തിന്റെ ആ ഒരു പൊസിഷനെ കാണിക്കുകയാണ്. അതാണ് സ്വർഗത്തിലും കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അതോറിറ്റിക്കാണ് വലത്ത് ഭാഗം എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡ്, നമ്മൾ പറയത്തില്ല അവനവൻ്റെ റൈറ്റ് ഹാൻഡാണ്, മന്ത്രിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പവറിനെ കാണിക്കുകയാണ്. ഇവിടെ കർത്താവിൻ്റെ പവറിനെയാണ് പറയുന്നത്. വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം
പിതാവാം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യുക എന്താ ചെയ്യുന്നേ? സദാ ജീവിക്കുന്നവനാകിയാൽ ആ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ അവരെ പ്രാപ്തനാകുന്നു. പൂർണ്ണമായി രക്ഷിപ്പാൻ. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മളെ പ്രത്യാശ ഇല്ലാത്തവര് മറ്റുള്ളവരെ പോലെ ആകരുത്. ആമേൻ. നമ്മളെ 24/7 നീതീകരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്തുകൊണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട്, അവൻ ഹല്ലേലൂയ എന്നേക്കും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ഇന്ന് രാത്രി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ജീവനോടെ ആയിരിക്കുന്നു. നമുക്ക് മരണമില്ലാത്ത നിത്യമായ ഒരു ജീവനെ നമ്മുടെ കർത്താവ് നമുക്ക് ദാനം ചെയ്യുവാൻ ഇടയായി തീർന്നു. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ കയ്യിലും വിട്ടുകൊടുക്കാതെ. അതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ആമേൻ, ഞാനോ ഒടുക്കത്തെ നാളിൽ സകലരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചുമറിപ്പാൻ കഴിയത്തില്ല. അവൻ 6-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ആർക്കും തന്നെ എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ, ഞാൻ നീതീകരിച്ച ഒരുത്തനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുവാൻ ഒരു ദുഷ്ടനും കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്തോത്രാഭാഗങ്ങൾ നമ്മൾ വ്യക്തമായി ഇന്ന് രാത്രി ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ പ്രത്യാശ വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. ഇത്ര സ്നേഹം നമുക്ക് തന്നുകൊണ്ട് ഈ പ്രത്യാശ അകത്ത് വരുമ്പോഴാണ് നമുക്കത് പവറായിട്ട് മാറും, നമുക്കൊരു അഭിഷേകമായിട്ട് മാറും, നമുക്കതൊരു ശക്തിയായി തീരുവാനിടയായിത്തീരും. ഇത് അകത്ത് വരുമ്പോൾ ഈ ലോകത്തിലെ യാതൊന്നിനും തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിപ്പിക്കാൻ കഴിയുന്നതല്ല. അവിടെ പറയുന്ന 35-ാമത്തെ വാക്യത്തിൽ വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാൽ നമ്മളെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇങ്ങനെ ഒരു വിശ്വാസവും പ്രത്യാശയും ഉള്ള ഒരു ഭക്തന്റെ അകത്ത് അവനേത് പ്രതികൂലം ഉണ്ടായാലും കർത്താവിന്റെ നാമനിമിത്തം പട്ടിണി കിടക്കേണ്ടി വരൂ, വസ്ത്രമില്ലാതെ വന്നാലും, ആപത്ത് വന്നാലും, എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തെ വേർതിരിപ്പാൻ കഴിയത്തില്ല. നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങളും അനുഭവങ്ങളും നമുക്ക് പറയുവാൻ കഴിയും. പൗലോസിന്റെ ജീവചരിത്രം ഇവിടെ അതാ വെളിപ്പെടുത്താം. പൗലോസിന്റെ ജീവചരിത്രം വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസിന്റെ ജീവചരിത്രം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങൾ ഈ നിമിഷം വരെ വിശന്നും ദാഹിച്ചും പട്ടിണി കിടന്നും കുത്തുവാക്കുകൊണ്ട് സ്ഥിരവാസമില്ല. പൗലോസ് പറയുന്ന ആ ഭാഗം നമ്മളത് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് അത് ഞാൻ വായിക്കുന്നില്ല. എന്നാൽ അടുത്ത ഭാഗം വായിക്കുന്നു. 36, നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. കോരപുത്രന്മാരുടെ സങ്കീർത്തനം 44-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യമാണ്. നിന്റെ നിമിത്തം, ദൈവത്തിൻ്റെ നാമനിമിത്തം ആ ഒരു പ്രൊഫസി ഫുൾഫിൽ ചെയ്തതുപോലെയാണ് പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ജീവചരിത്രം നമ്മൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ അവിടെ ഒരു കാര്യം പൗലോസ് ഇങ്ങനെ പറയുന്നേ, 4-ന്റെ അതിന്റെ 11 തൊട്ടൊന്ന് വായിച്ചാട്ടെ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കുവാനില്ലാതെയും കുത്തുകൊണ്ട് സ്ഥിരവാസം കൂടായിരിക്കുന്നു. പൗലോസിന്റെ ജീവിത അനുഭവങ്ങളാണ്. കർത്താവിന് വേണ്ടിയിട്ട് ഒരു അറുക്കാനുള്ള ആടിനെ പോലെ പൗലോസിനെ കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ 14 ലേഖനം എഴുതിയ പൗലോസിന്റെ ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്തോത്രം ഒരു പ്രോസ്പെരിറ്റി തിയോളജി എങ്ങനെ പ്രസംഗിക്കുവാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. 12-ാമത്തെ വാക്യം, സ്വന്തം കൈകാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ശകാരം, അത് ക്രിസ്തുവിന്റെ ഇമേജ് പൗലോസിലേക്ക്
അനുരൂപമായി തീരുകയാണ്. ആ ഇമേജാണ്, കർത്താവിൻ്റെ മാതൃക പിന്തുടരുകയാണ്. പത്രോസ് പറഞ്ഞു, അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു, അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ. കർത്താവ് എന്നാണ് നമ്മുടെ റോൾ മോഡൽ. ശകാരം കേട്ടിട്ട് പകരം സഹാരിക്കാതെ അവരെ ബ്ലെസ് ചെയ്യുന്നു, ആശീർവദിക്കുന്നു. സ്തോത്രം. ആ ക്രിസ്തുവിന്റെ ആത്മാവ് പഴയമത്തിൽ യോസഫിലാണ് നമ്മൾ കാണുന്നത്. സഹോദരന്മാരെ തള്ളപ്പെട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടിട്ടും പലതരത്തിലുള്ള കഷ്ടതകൾ കൂടെ കടന്നു പോകുമ്പോഴും സഹോദരന്മാരാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട യോസഫ് ഫറവോന്റെ മുമ്പാകെ മന്ത്രിയായി വരുമ്പോൾ സഹോദരന്മാരെ തള്ളിക്കളയുന്നില്ല, അവൻ പ്രതികാരം ചെയ്യുന്നില്ല. അവരെ സ്നേഹിച്ചുകൊണ്ട് ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു യോസഫിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പൊത്തിപ്പറിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി, ദുർനടപ്പ് വിട്ട് ഓടിപ്പോകുവാനിടയായി തീർന്നു. സാഹചര്യങ്ങളെ കീഴടക്കി ദൈവത്തിന്റെ അഭിഷേകത്താലും സാന്നിധ്യത്താലും ആത്മശക്തിയാലും ജീവിച്ച യോസഫ് ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിപ്പാൻ, സ്വന്തം സഹോദരന്മാർ ശത്രുക്കളായിരുന്നപ്പോഴും അവരെ സ്നേഹിക്കുവാൻ യോസഫിന് കഴിഞ്ഞു. ശകാരം കേട്ടിട്ടും ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ടും സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെ ഇന്ന് വരെ സകലത്തിന്റെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഞങ്ങൾ വെറും വേസ്റ്റാണ്, ഞങ്ങൾ വിഡ്ഢികളാണ്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വെറും വേസ്റ്റായി തോന്നിയേക്കാം, മറ്റുള്ളവർ നമ്മൾ വെറും ഭോഷന്മാരായി തോന്നിയേക്കാം. പൗലോസ് അങ്ങനെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നേ. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒരു വേസ്റ്റ് ആയിരിക്കും. സ്വന്തം കോരിന്തിൽ പൗലോസ് സ്ഥാപിച്ച സഭയിലെ ആൾക്കാർ പൗലോസ് വിരോധമായി പറയുമ്പോൾ അതിനെപ്പറ്റിയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ചില്ല. 1 കൊരിന്ത്യർ 4:9. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ഒടുക്കത്തവരായ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. മരണവിധിയിൽ എന്ന് പറഞ്ഞാൽ കൊലക്കാരന് ശിക്ഷിക്കപ്പെട്ട ഒരാള് നാളെ ഏത് സമയവും അയാൾ മരിക്കാം. നാളെ ഏത് സമയം അയാൾ തൂക്കിക്കൊല്ലാം. മരണവിധി എങ്ങനെയാണ്? പക്ഷെ സമയം മാത്രം നിശ്ചയിച്ചാൽ മതി. ഇന്ന ദിവസം ഇത്രാം തീയതി തൂക്കിക്കൊല്ലും. പക്ഷെ മരണവിധിയാണ് എന്ന് പറഞ്ഞില്ല. അതുപോലെ പൗലോസ് പറയുന്നത്, ഏത് നിമിഷവും ഞങ്ങൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടാം, ഏത് നിമിഷവും ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. ഞങ്ങളെ മരണവിധിയിൽ നിർത്തിയൊരു തൂക്കിക്കൊല്ലാൻ ശിക്ഷ വിധിക്കപ്പെട്ട സമയം നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവം പോലെയാണ് പൗലോസ് പറയുന്നത്. മരണവിധിയിൽ ഞങ്ങൾ ഉൾപ്പെട്ടവരെ പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് അറക്കുവാനുള്ള ആടിനെ പോലെ ഞങ്ങളെ എണ്ണുന്നു. നിന്റെ നിമിത്തം ഇടവിടാതെ ഞങ്ങളെ കൊല്ലുന്നു. ഓരോ ദിവസവും ഒരു ഭക്തൻ ഓരോ ദിവസവും ക്രിസ്തുവിൽ മരിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ ജഡം മരിച്ചേ മതിയാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആത്മാവ് നമ്മുടെ അകത്ത് വർക്ക് ചെയ്യത്തുള്ളൂ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുത്തുള്ളൂ. 37-ാമത്തെ വാക്യം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ഈ ഒരു അവസ്ഥയിലും പൗലോസ് കൊണ്ട് കൊരിന്ത്യ സഭയോട് പറയുന്നു, ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവകരമായി നടത്തുന്ന പിതാവാം ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു മുഖാന്തരം. എന്താ ജയോത്സവം? ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ്, വിക്ടറിയാണിത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ പഴിക്കുകയോ നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണുകയോ ചെയ്യരുത്. അത് ദൈവത്തിന്റെ ഉള്ള സ്നേഹത്തിന് വിരോധമാണ്. ജീവിതത്തിൽ വരുന്ന ഏത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം നാം സഹിക്കുന്ന സുവിശേഷ നിമിത്തം പേഴ്സിക്യൂഷൻ, ട്രിബുലേഷൻ, സബറിങ്, വട്ടവർ എന്തു വന്നാലും അത് ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് ആനന്ദപരമായി, ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം എന്നാണ് നമ്മൾ പാടുന്നത്. ഭക്തന്മാർ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണ് അവർ ജീവിച്ചത്. അവർ ആനന്ദകരമായ ജയജീവിതം നയിച്ചു. നമ്മളൊക്കെ ഈ ലോകത്തിലെ ജയജീവിതം എന്ന് പറയുന്നത്, ഇവിടെ ഏറ്റവും നല്ല ജോലി, ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല കാറ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ വസ്തുവകൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന നമ്മൾ പറയത്തില്ല, അവൻ ജയിച്ചു, അവൻ ഈ ലോകത്തെ ജയിച്ചു. അതല്ല ജയമെന്ന് പറയുന്നത്. ലോകത്തെ ജയിക്കുക എന്നതല്ല. ഈ ലോകത്തിലെ ജയാളി എന്ന് പറയുന്നത് അതല്ല. ലോകത്തെയും പാപത്തെ പിശാചിനെ യഥാർത്ഥമായി ജയിക്കുന്നവനാണ് ജയാളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ ജയോത്സവകരമായി നടത്തുന്നു. ഓരോ ദിവസവും പിശാചിനെ ഞങ്ങൾ ജയിക്കുന്നു.
ഓരോ ദിവസവും പാപത്തെ ഞങ്ങൾ ജയിക്കുന്നു. ഓരോ ദിവസവും ഈ ലോകത്തിന്റെ മോഹങ്ങളെയും വേൾഡ് പ്ലഷേഴ്സിനെയും ഞങ്ങൾ ഓവർകം ചെയ്യുന്നു. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. അതാണ്. സ്തോത്രം. ഞാൻ ആ വിശദീകരിക്കുന്നില്ല. മരണത്തിനോ നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 16:33 പറയുന്നുണ്ടല്ലോ, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമനിമിത്തം നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് ഉപദ്രവമേൽക്കും. സോദരം തിമോഥെയോസ് ലേഖനം പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ മനസ്സോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം, ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും, പെർസിക്യൂഷൻ ഉണ്ടാകും. പെർസിക്യൂഷൻ ഇല്ലാത്ത, പീഡയില്ലാത്ത, ഉപദ്രവമില്ല, നിന്ദയില്ലാത്ത, പഴിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു 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 ക്രിസ്തീയ ജീവിതമല്ല വിശുദ്ധ വചനം നമ്മളോട് പറയുന്നത്. അപ്പോസ്തലന്മാരും കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. അതിന് വിരോധമായി പറയുന്നതെല്ലാം ദുരുപദേശങ്ങളാണ്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പൂർണ്ണജയം പ്രാപിക്കും, നമ്മൾ വിക്ടറി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായം അവിടേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. ഈ വേൾഡിനെ ജയിക്കുന്നത് ദൈവമക്കൾ മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം, ദൈവമക്കൾ സൂയിസൈഡ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു യഥാർത്ഥമായ പ്രത്യാശയുള്ള ഒരു ഭക്തൻ ഒരിക്കലും ഈ ലോകത്തിൽ അവൻ സൂയിസൈഡ് ചെയ്യുകയില്ല, അവൻ ആത്മഹത്യയില്ല. അവൻ ഇതിനെല്ലാം ഓവർകം ചെയ്യുവാൻ, ഈ പ്രതിസന്ധികളെയൊക്കെയും തരണം ചെയ്യുവാൻ അവൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ലോകത്തെ ജയിച്ച ജയമോ യോഹന്നാൻ പറയുന്ന ആ ഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം. 1 യോഹന്നാൻ 5-ാം അധ്യായം. ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എന്താണ് വിശ്വാസം? അടുത്ത ഭാഗം, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ അല്ലെങ്കിൽ പിശാചിനെ ജയിക്കുന്നത്? യേശു ദൈവപുത്രനാണ്. അവൻ സർവത്തിന്റെയും അധികാരിയാണ്. അവൻ പക്ഷപാതം ചെയ്ത് നമ്മെ രക്ഷിക്കുന്നവനാണ്, നമ്മെ നീതീകരിക്കുന്നവനാണ്, നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നവനാണ്. ആ ഒരു ഫെയ്ത്ത് അകത്തുള്ളവനാണ് ഈ ലോകത്തെ ജയിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ വിശ്വാസം, നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അകത്ത് കർത്താവ് ഉണ്ടെങ്കിൽ, ഈ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, സ്തോത്രം. അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? ഇസാക്കിൽ നിന്നൊരു സന്തതി പുറപ്പെടും. അതാ വിശ്വാസം. അബ്രഹാമിന് മനസ്സിലായി, ഈ ഇസാക്കിൽ നിന്ന് ഇനിയും സന്തതികൾ പുറപ്പെടാനുണ്ട്. അതുകൊണ്ട് ഇസാക്കിനെ അബ്രഹാം യാഗമായി കൊടുക്കുകയാണ്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. സ്തോത്രം. വിശ്വാസത്തിന്റെ ആ പൂർണ്ണ തലത്തിൽ അബ്രഹാം എത്തിയത് കൊണ്ടാണ് ഇസാക്കിനെ ബലിയായി കൊടുക്കുവാൻ യാതൊരു വൈമനസ്യവും കാണിക്കാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കുള്ളത് വിട്ടുകൊടുക്കുവാൻ കഴിയാതിരിക്കുന്നത്, നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ കഴിയാതിരിക്കുന്നത് നമുക്ക് വിശ്വാസത്തിന്റെ കുറവുണ്ടാ. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ പറയുന്നു, പിന്നെയും പൗലോസ് ഒരിക്കൽ കൂടെ ആ 8-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നു, മരണത്തിനോ, ഡെഡ് ഓർ ലൈഫ്, ജീവനോ മരണമോ ജീവിതമോ ദൂതന്മാരോ യാതൊരു അധികാരങ്ങളും വാഴ്ചകളും ഇനി ഇപ്പോഴുള്ളതോ ഇനി വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ലെന്ന് ഉറച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ഒരു ഭക്തന്റെ വിശ്വാസം. അതായിരിക്കണം. അതുകൊണ്ടാണ് തന്നെ റോമൻ കാരാഗൃഹത്തിൽ തൻ്റെ തല ശിരച്ഛേദം ചെയ്യുവാനായി ഏൽപ്പിക്കപ്പെട്ടതിന്റെ കാര്യം. അത് ഈ ഒരു സ്നേഹം അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ ആഴത്തുള്ളത് കൊണ്ട്, ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ആഴത്തുള്ളത് കൊണ്ട്, യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി മാറുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഈ സ്നേഹം അകത്ത് പതിഞ്ഞത് കൊണ്ട്. ഞാൻ ഈ 8-ാം അധ്യായം ഇവിടെ നിർത്തുന്നു. 9-ാം അധ്യായത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു പോകാം. അതിന്റെ നമ്മൾ 10-ാം ഭാഗം, പാർട്ട് 10 ഒന്ന് എനേബിൾ ചെയ്യാമോ? ഷെയർ
ഒമ്പതും 10 വാക്യങ്ങൾ സോറി 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ എന്തിക്കുന്നത് റൈറ്റിയസ്നെസ് റിജക്റ്റഡ് ബൈ ദ ജൂയിഷ് നേഷൻ. യഹൂദന്മാര് അല്ലെങ്കിൽ ഇസ്രായേലിയര് ഈ ദൈവത്തിന്റെ നീതിയെ തള്ളിക്കളഞ്ഞ ഭാഗങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നത് 9-ാം അധ്യായം നമ്മൾ അതിൻ്റെ ഒരു 5 പാർട്ടായിട്ടാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കും. അതില് 5 ഭാഗങ്ങളാണ്. ഇന്ന് രാത്രി 2 ഭാഗങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് വേഗത്തിൽ ശുശ്രൂഷയിൽ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. 5 ഭാഗങ്ങളാണ് 9-ാം അധ്യായം നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഒന്ന്, പോൾസ് ഗ്രീഫ് അബൌട്ട് ഇസ്രായേൽ. 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പൗലോസിന്റെ ഭയങ്കര സങ്കടത്തെക്കുറിച്ച്, അവരെ കുറിച്ചുള്ള വലിയ ഭാരം, ഒരു ബേഡനെ കുറിച്ച്. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഗോഡ്സ് പ്രോമിസസ് ടു ഇസ്രായേൽ വിൽ നോട്ട് ബി ഇൻ വെയിൻ. ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ വാക്തത്വം ഒരിക്കലും വെറുതെ ആകുകയില്ല. അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ചിന്തിക്കുന്നത് ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്. ഗോഡ് ഒരിക്കലും, ദൈവം ന്യായരഹിതനല്ല, ദൈവം നീതിമാനാണ്, അനീതിയായിട്ടൊന്നും ചെയ്യുന്നില്ല. 19, 29 വരെയുള്ള വാക്യങ്ങൾ ഗോഡ് ഈസ് സോവറൻ, ദൈവത്തിന്റെ പരമാധികാരത്തെക്കുറിച്ച് പറയുന്നു. 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിന്റെ അവിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. 9-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ എന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കും. പൗലോസ് പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ ഭയങ്കര ദുഃഖമുണ്ട്, ഇടവിടാതെ ദുഃഖവും പ്രയാസവും. ഞാനത് ഫോഷ്കല്ല പറയുന്നത്, അത് പരിശുദ്ധാത്മാവ് അതിനെ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഫോഷ്കല്ല. പൗലോസ് ഒരിക്കലും ഫോഷ്ക്ക് പറയാറില്ല. അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ അപ്പോസ്തല പ്രവൃത്തികളും പഠിക്കുമ്പോൾ ലേഖനങ്ങൾ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസ് ഭയങ്കര ദുഃഖം ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യമാണ്. ഇസ്രായേലിനെ കുറിച്ച് ഭയങ്കരമായ ഭാരം പൗലോസിനുണ്ടായിരിക്കുന്നു. എന്താണ് 3-ാമത്തെ വാക്യം? എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. വാക്യത്തിന്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് പൗലോസ് പറയുകയാണ്, ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. സ്തോത്രം. അത്ര ഒരു വലിയ ഭാരമാണ് ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടണം. കാരണം അദ്ദേഹം സുവിശേഷം പറഞ്ഞെടുത്ത് എല്ലാ യഹൂദന്മാരുടെ എതിർപ്പുമായിട്ട് വന്നു. ഇവിടെ പോകുന്നിടത്തെല്ലാം ഭയങ്കര എതിർപ്പുകൾ ഉണ്ടായി. അവരെക്കുറിച്ച് ഭയങ്കര ബാഡൻ പൗലോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ തല മുണ്ടനം ചെയ്യുകയോ വ്രതമെടുക്കുകയോ അവർക്ക് നേർച്ച അർപ്പിക്കുകയോ എങ്ങനെ ഏത് വിധേന യഹൂദനെ രക്ഷിക്കാൻ വേണ്ടി പൗലോസ് യഹൂദന്റെ ന്യായപ്രമാണം കൊണ്ട് രക്ഷപ്പെടത്തില്ല, അതിന്റെ പ്രവൃത്തികൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ജാതികളെ പഠിപ്പിക്കുമ്പോഴും പൗലോസ് ഇവരെ ഞാൻ അങ്ങനെയെങ്കിലും ചെയ്താലും കുഴപ്പമില്ല, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പൗലോസ് ചെയ്യുന്നത്. പൗലോസ് പറയുകയാണ്, കർത്താവെ, ഒരു സത്യസന്ധമായിട്ട് പറയുക. നമ്മൾ പറയുന്ന കണക്കൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ ചുമ്മാതെ തള്ളുമല്ലോ, ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവനങ്ങ് രക്ഷപ്പെടട്ടെ, അതൊക്കെ വെറുതെ പറയുന്ന. ഇവിടെ പൗലോസ് അങ്ങനെ തള്ളല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് അതവിടെ, ഞാൻ ഫോഷ്കല്ല, ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, കർത്താവ് നീ അവരെ എല്ലാം നിത്യതയിൽ കൊണ്ടുപോകണം. അതാ പൗലോസ് പറയുന്നു. ഇതേ അനുഭവം തന്നെയാണ് മോശ പുറപ്പാട് 32:32 പറയുന്നു. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി ദൈവത്തിന് വിരോധമായ ഒരു പാപം ചെയ്തു, അതിനെയൊക്കെ നശിപ്പിച്ചു. ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ മോശ അവർക്ക് ഒരു ഇടിവിൽ നിൽക്കുകയാണ്. മോശ പറയുന്നൊരു ഭാഗമുണ്ട്, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കുക ദൈവമേ. അടുത്ത ഭാഗം, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു, അല്ലെങ്കിൽ നീ എന്റെ പേർ മായ്ച്ചു. ഇതാണ് ഒരു ഭക്തൻ, യഥാർത്ഥമായ ക്രിസ്തുവിനോട് സ്നേഹമുള്ള ഒരു ഭക്തൻ. നമുക്കൊന്നും അത്രയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ രക്ഷയാണ് നോക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ആദ്യം പോകണം, മറ്റുള്ളവർ പോവുകയോ പോവാതിരിക്കുകയോ. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും സുവിശേഷം പറയാനൊക്കെ മടിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. നമ്മളെന്തായാലും ഇനി മറ്റുള്ളവർ പോവുകയോ പോവാതിരിക്കുകയോ നമ്മുടെ ഉത്തരവാദിത്വമല്ല. പലപ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെയൊക്കെ ആയി തീരുകയാണ് ചെയ്യുന്നത്.
ഇവിടെ മോശ പറയുക, എൻ്റെ പേര് ജീവോത്സവത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നീ അവരോട് ക്ഷമിക്കണം, അവരെ നശിപ്പിച്ചു കളയുക. ഇത് തന്നെയാണ് പൗലോസും പറയുന്നത്, അവരെ രക്ഷിക്കണം. ആ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇസ്രായേലിന്റെ അവരുടെ പ്രിവിലേജ് എന്തായിരുന്നു? പൊതുവെ യഹൂദന്മാരെയല്ല ഇസ്രായേലിയർ എന്നാണ് വിളിക്കപ്പെടുന്നത്. നമുക്ക് ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ രണ്ട് ഭാഗമായി, തെക്കേ രാജ്യവും വടക്കേ രാജ്യവും മാറ്റപ്പെട്ടു. തെക്കേ രാജ്യം യഹൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും, ബാക്കിയുള്ളവരെല്ലാം 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ. അങ്ങനെ ഇസ്രായേൽ എന്ന യഹൂദ നിന്നും 2 ഭാഗങ്ങളായിട്ട്, 2 രാജ്യങ്ങളായിട്ട് തെക്കേ രാജ്യവും വടക്കേ രാജ്യവും മാറി. ഇതൊക്കെ എന്നാൽ പൊതുവിൽ അവരെല്ലാം ഇസ്രായേലിലാണ്. അത് യാക്കോബിന്റെ സന്തതികളാണ്. യാക്കോബിനെ ഇസ്രായേലിൻ എന്നാ വിളിക്കുന്നത്, ഇസ്രായേൽ. അതുകൊണ്ട് അവരെല്ലാം ഇസ്രായേലിൽ എന്ന പൊതുവിൽ അറിയപ്പെടും. അതുകൊണ്ട് പൗലോസ് യഹൂദനോടും അവർ ഇസ്രായേലിയർ. ഇനി പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ. നമുക്കറിയാം ഇസ്രായേലിനാണ് വാക്തത്വം കൊടുത്തിരുന്നത്. സ്തോത്രം. ഇനി ഇസ്രായേലിന് ഉണ്ട് പ്രിവിലേജ് പറയുക, വാക്തത്വം അവർക്കല്ലേ ലഭിച്ചത്. അബ്രഹാമിനോട് അരുളി ചെയ്ത വാക്തത്വം ഇസ്ഹാക്ക് യാക്കോബിൽ കൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അവർക്ക് ആ വാക്തത്വം പങ്കുവെക്കുന്നു. അവരെ കുറിച്ച് പറയുന്നു, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. 2 കൊരിന്ത്യർ 6:18 പൗലോസ് ആ ഭാഗം കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഇസ്രായേലുകാരെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർ 6:18 നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യും. അവരോട് അരുളി ചെയ്തു. അതിലടുത്ത് ദിനവൃത്താന്ത പുസ്തകം ശലോമോനോട് പറയുന്നുണ്ട്, ഞാൻ ആലയം പണി, ഞാൻ അവർക്ക് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനായിരിക്കും എന്ന് പറയുന്നുണ്ട്. പുത്രത്വം അവർക്ക് കൊടുത്തു. ആ ഒരു മക്കളെന്നുള്ള ഒരു അവകാശമൊക്കെ അവർക്ക് കൊടുത്തു. അവർ പ്രാപിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീടുള്ള വിഷയം. ഇതെല്ലാം അവർക്ക് വാഗ്ദത്തം ചെയ്തതാണ്. ന്യായപ്രമാണം അവർക്ക് കൊടുത്തു, നിയമങ്ങൾ കൊടുത്തു. ന്യായപ്രമാണം എങ്ങനെ? ആരാധന യഹൂദനാണ് കൊടുത്തത്. നമ്മൾ ഈ സമുദായത്തിൽ കാണുന്ന ആരാധനയൊന്നും അവരങ്ങനെ ചെയ്യുന്നതൊന്നും ദൈവം അക്സെപ്റ്റ് ചെയ്ത ആരാധനകളല്ല. അതിലൊന്നും അത് ദൈവം ഒരു ആരാധനാക്രമം യഹൂദന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് യാഗം അർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കൂടാരം, വിശുദ്ധ മന്ദിരം, അതിവിശുദ്ധ മന്ദിരം, എങ്ങനെയാണ് ആ ടാബർനാക്കളൊക്കെ പണിതിരിക്കുന്നത്. അത് യഹൂദന് പ്രത്യേകമായി കൊടുത്ത പ്രിവിലേജാണ്. ഇന്നത്തെ നമ്മുടെ സമുദായങ്ങൾ കാണുന്ന ഒന്നും തന്നെ അത് ആരാധനയായിട്ട് ദൈവം ഒരിക്കലും ആരാധന, പുതിയ നിയമത്തിലെ ആരാധനയാണ് ആരാധന. പക്ഷേ പഴയ നിയമം ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും അത് ആരാധനയല്ല. സ്തോത്രം. പോട്ടെ, ആ ഭാഗങ്ങൾ പോട്ടെ. അവർക്ക് തേജസ് കൊടുത്തു, നിയമങ്ങൾ കൊടുത്തു, എല്ലാം കൊടുത്തു. മോശ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്ത് ഭയങ്കര തേജസ്സായിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇസ്രായേലിന് കഴിയാത്ത രീതിയിൽ അതുപോലെ ദൈവം അവരെ ആ രീതിയിലുള്ള പ്രിവിലേജുകൾ ദൈവം അവർക്ക് കൊടുത്തു. എല്ലാം അവർക്ക് കൊടുത്തു. പിതാക്കന്മാരെല്ലാം അവർക്കുള്ളതായിരുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അതുകൊണ്ടാണല്ലോ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് അബ്രഹാം ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളതാ. അപ്പോൾ അവർ പറയുമ്പോൾ കല്ലെറിയുവാൻ, നീ ദൈവകൃഷ്ണൻ പറഞ്ഞു എന്ന് കല്ലും എടുത്തുകൊണ്ട് കല്ലെറിഞ്ഞ് കർത്താവിനെ കൊല്ലുവാനായിട്ട് നോക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ പറയുന്നു, പിതാക്കന്മാർ അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരവും ക്രിസ്തുവും അവർ നല്ല ഉത്ഭവിച്ചത്. അപ്പോൾ ഇത് പൗലോസിന്റെ ഒരു വലിയ സങ്കടമാകും. ഇതെല്ലാം ഉണ്ടായല്ലോ. ക്രിസ്തു പോലും ദാവീദിന്റെ സന്തതിയിൽ യഹൂദാ ഗോത്രത്തിൽ ജനിച്ചു. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നാണ് വന്നത്. എല്ലാം കൊടുത്തല്ലോ കർത്താവെ, ഇവര് നരകത്തിൽ പോകരുതേ. പൗലോസിന്റെ സങ്കടം അതാ. അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനെക്കുറിച്ചാണ് പൗലോസ് ഈ ഭാഗത്ത് പറയുന്നത്. അടുത്തൊരു ഭാഗം കൂടെ വിവരിച്ചോട്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അത് ദൈവത്തിൻ്റെ വാഗ്ദാനം, ഗോഡ്സ് പ്രോമിസ് ടു ഇസ്രായേൽ വിൽ നോട്ട് ബി ഇൻ വെയിൻ. ദൈവത്തിൻ്റെ വാഗ്ദാനം വെറുതെ ആകുകയില്ല എന്ന് പൗലോസ് ഇവിടെ പറയുക. ദൈവവചനം വൃഥാവായി പോയോ എന്നല്ല. അപ്പം ഇവിടെ പറയുകയാണ്, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തം വെറുതെ ആയി പോയോ? അതാ പൗലോസ് ഇവിടെ പരിശോധിക്കുകയാണ്. അവർക്കാണല്ലോ കൊടുത്തത്, പക്ഷെ അവർക്ക് രക്ഷ നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട് അത് സംഭവിച്ചു? എങ്ങനെയാണ് ഈ വാക്തത്വം എങ്ങനെയാണ് വന്നത്? എന്താണ് വാക്തത്വം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൗലോസ് ഈ ഭാഗത്ത് വിശദീകരിക്കുകയാണ്. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല പൗലോസ് പറഞ്ഞു. ഇസ്രായേലിന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. അപ്പോൾ
പൗലോസ് പറയുകയാണ്, ഒരു ജഡപ്രകാരം ഉള്ളവരെ അല്ല ദൈവം മക്കളായിട്ട് കാണും. അബ്രഹാമിൽ ജനിച്ചവരെല്ലാം മക്കളായിട്ട് പറയാൻ പറ്റത്തില്ല. അവരിൽ നിന്ന് ജനിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും പറയുവാനായിട്ട് കഴിയത്തില്ല. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. അവിടെ പറയുന്നു, ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. സ്തോത്രം. അവിടെ ഉൽപ്പത്തി 21:8-12 വരെയുള്ള ഭാഗങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ രണ്ട് വ്യക്തികളെ പൗലോസ് പരിചയപ്പെടുത്തിയാണ്, ഇസാക്കും ഇശ്മായേൽ. അപ്പോൾ ജഡപ്രകാരം ജനിച്ചത് ആരാണ്, വാക്തത്വപ്രകാരം ജനിച്ചത് ആരാണ്, ഈ ഭാഗം വിവരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും അബ്രഹാമിന്റെ സന്തതിയാണ്. ഇശ്മായേലും അബ്രഹാമിന് ജനിച്ച സന്തതിയാണ്, ഇസാക്കും അബ്രഹാമിന് ജനിച്ച സന്തതിയാണ്. പൗലോസ് ഈ ഭാഗം യഹൂദന്മാരോടാണ് പറയുക. റോമിലുള്ള യഹൂദ ക്രിസ്ത്യാനികളോട് ഈ ലേഖനം എഴുതുമ്പോൾ ജാതികളും ഉണ്ട്, യഹൂദ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം. സ്തോത്രം. അതിൻ്റെ ആ പ്രമാണങ്ങളും ഉപദേശങ്ങളും തത്വപരമായ വിഷയങ്ങൾ അവർ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് ആധികാരികമായിട്ട് ഇവിടെ പറയുന്നു, രണ്ട് വ്യക്തികളെ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, അബ്രഹാമിന് ആഗാറിൽ ജനിച്ച സന്തതിയാണ് ഇശ്മായേൽ. അടുത്ത ഇസാക്ക് വാക്തത്വപ്രകാരം ജനിച്ച സന്തതിയാണ്. അതിനെപ്പറ്റി ഗലാത്യ ലേഖനം 4-ാം അധ്യായം, സ്തോത്രം, നിങ്ങൾ ബൈബിൾ ഉള്ളവരെല്ലാം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്താട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ആ ഭാഗം ഒന്ന് വിശദീകരിക്കുന്നു പൗലോസ്. ഈ മക്കൾ ആരാണ് യഥാർത്ഥത്തിൽ മക്കൾ, അതാണ് വിവരിക്കുന്നത് ഇവിടെ. അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായി, ഇതെല്ലാം നമുക്കറിയാം. ഒരുവൻ ദാസി അല്ലെങ്കിൽ ആഗാറിൽ നിന്ന് പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര അല്ലെങ്കിൽ സാറായിൽ നിന്ന് ഉണ്ടായവൻ. അപ്പൊ രണ്ട് മക്കളെ ഇവിടെ പറയും. അടുത്ത ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇശ്മായേൽ വാഗ്ദത്തത്താൽ വന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇശ്മായേൽ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയേ അല്ല, വാഗ്ദത്തത്തിലുള്ളതേ അല്ല. അബ്രഹാമിന്റെ ഇഷ്ടപ്രകാരം സാറ ഫോഴ്സ് ചെയ്ത് സന്തതി ഇല്ലാത്തതുകൊണ്ട് അവരുടെ അവിശ്വാസ നിമിത്തം ഉണ്ടായതാണ്. അങ്ങനെയാണ് അത് ദൈവം വാഗ്ദത്തം ചെയ്തതല്ല. ഇശ്മായേലിനെ ദൈവം വാഗ്ദത്ത സന്തതിയായിട്ട് അംഗീകരിക്കുന്നില്ല. ജഡപ്രകാരം ജനിച്ച ഒരു സന്തതിയാണ്. ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് സാറായിൽ നിന്ന് ഒരു മകനെ കൊടുക്കുക എന്നുള്ളതാണ് അബ്രഹാം. അതാണ് വാഗ്ദത്ത സന്തതി. അതാണ് അബ്രഹാം വിശ്വസിച്ചു, ദൈവം അവന് നീതിയായി കണക്കിട്ടു. 25 വർഷത്തിന് ശേഷം വാഗ്ദത്തം പ്രാപിച്ച് ലഭിച്ച സന്തതിയാണ് ഇസാക്ക് എന്ന് നമുക്കറിയാം. അപ്പോൾ വിശ്വാസത്താൽ ലഭിച്ചതാണ് ഇസാക്ക്. അതാണ് വാഗ്ദത്ത സന്തതി എന്ന് ഇവിടെ പറയുന്നു. ഇനി അതിൻ്റെ ഈ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അപ്പോൾ ഇവിടെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവ മക്കളായിട്ട് അറിയപ്പെടുന്നത്. അത് തന്നെയാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ വരുമ്പോഴും കർത്താവിനെ വിശ്വസിക്കുന്നവർക്കാണ് മക്കളാകുവാനുള്ള അധികാരം കൊടുത്തത്. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യഹൂദന്റെ വിചാരം എന്ന് പറയുന്നത്, അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ ഞങ്ങൾ ജനിച്ചത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നാണ്. പൗലോസ് പറഞ്ഞ നോ, നിങ്ങൾ അങ്ങനെ ജഡപ്രകാരം ജനിച്ചുകൊണ്ടൊന്നും നിങ്ങൾ മക്കളാകത്തില്ല. സത്യയഹൂദൻ അല്ലെങ്കിൽ സത്യക്രിസ്ത്യാനി മശിഹായെ അംഗീകരിച്ച വിശ്വസിച്ച ഒരു യഹൂദന് മാത്രമേ അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയിൽ പെടുത്തോളൂ, പിതാവെന്ന് വിളിക്കുവാൻ പറ്റത്തുള്ളൂ. അവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കളായിട്ട് അറിയപ്പെടുന്നത്.
അപ്പോൾ നമുക്കറിയാം, അബ്രഹാമിൽ നിന്നിൽ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി മുഖാന്തരം സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സുവിശേഷം മുമ്പ് കൂട്ടി അബ്രഹാം അറിയിച്ചു എന്ന് ഗലാത്യലേഖനം പറയുന്നു. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ സന്തതി എന്ന് പറയുമ്പോൾ ഇസാക്കിനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഇസാക്കിനോടും ദൈവം ഇത് തന്നെയാണ് പറയുന്നത്, നിന്റെ സന്തതി. ഇസാക്കിൽ നിന്ന് ജനിച്ച യാക്കോബിനോടും ദൈവം ഇത് തന്നെയാണ് പറയുന്നത്. ഇത് കൈമാറ്റം ചെയ്ത് ഈ ബ്ലെസ്സിങ് വന്ന് സന്തതി എന്ന ഏകനെ കുറിച്ചാണ് പറയുന്നത്. ആ ഏകൻ ക്രിസ്തുവായിരുന്നു. അതിൻ്റെ ഈ ഭാഗം അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ 3:16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്ക് എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും അനേകരെ കുറിച്ചല്ല, ഇസാക്കിനെയോ യാക്കോബിനെയോ അവിടുന്ന് അവിടുന്ന് ജനിച്ചു വന്ന 12 ഗോത്രങ്ങൾ, അവരുടെ മക്കൾ, അവരെ കുറിച്ചല്ല പറയുന്നത്. നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. തന്നെ അത് ക്രിസ്തുവാണ്. അപ്പോൾ അബ്രഹാമിൽ കൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അനുഗ്രഹം ക്രിസ്തുവിൽ കൂടെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു അമേൻ വരികയും ന്യായപ്രമാണത്തിന് കീഴുള്ള സകല മനുഷ്യനെയും തൻ്റെ കാൽവറി കൊലക്കളത്തിലെ തൻ്റെ മരണം മൂലം ആ ശാപം ഏറ്റെടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി എന്ന് നമുക്ക് ഏതൊരു ഭക്തനും ഏതൊരു വിശ്വാസിക്കും അടിസ്ഥാനമായി ചിന്തിക്കേണ്ട വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ നോക്കേണ്ടത് യേശുവിനെയാണ്, മറ്റുള്ളവരെ അല്ല. സ്തോത്രം. ഞാൻ അതിലേക്ക് എൻ്റെ ചിന്തയിൽ ഒരു ഭാഗം വരുന്നെങ്കിലും ഞാനത് വിവരിക്കുന്നില്ല. അത് ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ശരിയല്ല എന്ന് ഉള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് ഈ അബ്രഹാമിൽ കൂടി വന്ന ആ കവനന്റ് ബ്ലെസ്സിങ് അത് യേശു ക്രിസ്തുവിൽ കൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലാണ് എല്ലാവരും മക്കളായി മാറുന്നത്. അപ്പൊ പൗലോസ് പറയും, യഹൂദ, നീ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ ജനിച്ചതുകൊണ്ട് നീ മക്കളാകത്തില്ല. നീ മകനാകണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ, നിന്റെ പാപത്തിന് വേണ്ടി മശിഹ കാൽവരി കൊലക്കളത്തിൽ എന്ന് വിശ്വസിച്ചാൽ മാത്രമേ, അങ്ങനെ സ്നാനപ്പെട്ടാൽ മാത്രമേ നീ അവന്റെ മകനായി തീരുകയുള്ളൂ. അതാ പത്രോസ് പ്രസംഗിച്ചത്, അതാ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്, അതാണ് അവർ പറഞ്ഞ സുവിശേഷം, അതാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നു, നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ് എന്ന് പറഞ്ഞാൽ, വിശ്വാസത്താൽ അബ്രഹാം ഇസാക്കിനെ പ്രാപിച്ചുവെങ്കിൽ നാമും വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ മക്കളായി തീർന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 29. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ കാണുന്നു. അപ്പൊ ഉൽപ്പത്തി 28-12 വരെയുള്ള ഭാഗങ്ങളാണ് പൗലോസ് ഇവിടെ വിവരിക്കുന്നത്. നമ്മളത് വായിക്കുന്നില്ല സമയത്തിന്റെ ചുരുക്കം മൂലം. ഇവിടെ നമുക്കറിയാലോ, ഈ ഇശ്മായേല് ഇസാക്കിനെ ഉപദ്രവിച്ചു, അവർ തമ്മിൽ അവനെ പരിഹസിച്ചു. അങ്ങനെയാണ് സാറ ഈ ആഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കുന്നത്. അവിടെ സ്തോത്രം. അവിടെ എന്നിട്ട് 30 വാക്യത്തിൽ പറയുന്നു, തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഉൽപ്പത്തി പുസ്തകം വായിക്കും, അവിടെ എന്താ പറയുന്നേ? ദാസിയെയും മകനെ പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയായി, ദാസിയുടെ മകനായ ഇസ്മായേൽ സ്വതന്ത്ര എന്ന് പറയുന്ന സാറായുടെ മകനായ ഇസാക്കിനോടുകൂടെ അവകാശിയാകുകയില്ല. അപ്പോൾ അവകാശം വാഗ്ദത്തത്താൽ വിശ്വാസത്താൽ നാം പ്രാപിക്കേണ്ടതാണ് എന്ന് പൗലോസ് ഒന്നുകൂടെ തർപ്പിച്ചു പറയും. ഈ ഭാഗങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് അവകാശിയാകുകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. ഇസാക്ക് വാഗ്ദത്ത സന്തതിയാണ്. ആ ഒരു വിശ്വാസത്താൽ ദൈവത്തെ സ്നേഹിച്ച അങ്ങനെ ഒരു ജനറേഷനെ മാത്രമേ ദൈവം മക്കളായിട്ട് ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ പറയുന്നു അതിൻ്റെ വീട് നമ്മൾ തിരിച്ചു വരാം. 9:8 അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാക്തപ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്ത എന്നെണ്ണുന്നു. ഈ ഭാഗങ്ങൾ കൂടെ ഞാനത് വിവരിച്ചു, നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാക്തവചനം. അവിടെ അബ്രഹാമിനെ 3 പേര് സന്ദർശിക്കുന്നുണ്ട്. അത് ദൈവമാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവമായിട്ട് എൻകൗണ്ടർ ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടെ വെച്ചൊരു വാക്തത്വം അവിടെ കൊടുക്കുന്നു. അടുത്ത വർഷം സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്നും അവിടെ വാക്തം ചെയ്യുന്നു. അതിന് വാക്തത്വ വചനം. അതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ഭാഗം 2 വ്യക്തികളെയും കൂടെ ഇവിടെ പറയുന്നു. അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിപ്പാനായിട്ട് സ്വർണം പ്രാപിക്കുന്നു. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നതായിരിക്കല്ലോ. ഇവിടെ ഇസ്മായേലിൻ്റെ ഇസാക്കിൻ്റെയും കാര്യം പറഞ്ഞിട്ട് അത് ജഡപ്രകാരം ജനിച്ചവർ മക്കളല്ല എന്നും വാക്തപ്രകാരം ജനിച്ചവർ മക്കളെന്നും പറയുന്നു. സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇസാക്കിന്റെ മക്കളായ യേശാവിനെ യാക്കോവിനെ പറ്റി പറയുക. അവിടെ പറയുന്ന രാത്രിയുടെ അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം. തുടർന്ന് അതിൻ്റെ അടുത്ത ആഴ്ച അതിൻ്റെ 3-ാമത്തെ ചിന്തയിലേക്ക് പോകാം. ഇവിടെ നമുക്കറിയാം യാക്കോബും യേശാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന് മുന്നറിവിൽ യേശാവ് ആരാകും, യാക്കോബ് ആരാകും, യേശാവിൻ്റെ ജീവിത രീതി എന്തായിരിക്കും, യാക്കോബിൻ്റെ ജീവിത രീതി എന്തായിരിക്കും എന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ 25-26 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ യേശാവിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും പറയുന്നുണ്ട്. യേശാവിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്ന പുള്ളി ഈ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുന്ന ഒരു സ്ഥലം, വേട്ടയിറച്ചി തിന്നുന്ന ഒരാളാണ്. യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമാണ്. ഇത് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ യേശാവിനെ യാക്കോബിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ട് ദൈവം യേശാവിനെ ദേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. അപ്പം ദൈവത്തിന്റെ ടൈം ലൈനിൽ യേശാവിനെ കുറിച്ചുള്ള ടൈം ലൈൻ ദൈവത്തിന്റെ മുന്നറിവിലുള്ള കാര്യങ്ങളുണ്ട്. യാക്കോബിന്റെ ടൈം ലൈനിനെ കുറിച്ചും ദൈവത്തിന് മുന്നറിവുണ്ട്. ഇപ്പൊ 2 പേരുടെയും കാര്യങ്ങളെക്കുറിച്ച് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നറിവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇത് ദൈവം നേരത്തെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ദൈവം അതാണ് നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ മുന്നറിവിലുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ യേശാവ് ആരാണ്, യാക്കോബ് ആരാണ് ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് യേശാവിന്റെ സ്വഭാവം, യേശാവ് വേട്ടയിറച്ചി. ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ യേശാവ് രാവിലെ തോക്കുമായിട്ട് വനത്തിൽ പോവും, ഉള്ള മാനെ കിട്ടുന്നതിനെയൊക്കെ വെടിവെച്ച് ഭക്ഷിച്ച് കുറച്ച് അപ്പന് കൊണ്ട് കൊടുക്കും. ഇസാക്കിന് ഭയങ്കര ഇഷ്ടമായി വേട്ടയിറച്ചി. അതിലാ പുള്ളി വീണു പോയത്. സ്തോത്രം. അപ്പോൾ ഇസാക്കിന്റെ ബലഹീനത എന്താണെന്ന് യേശാവിന് അറിയാം. എന്നാൽ നമ്മൾ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അബ്രഹാം, അവിടെ ഒരു ഭാഗം പൗലോസ് കോട്ട് ചെയ്ത 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അബ്രഹാം ഇസാക്ക് യാക്കോബിനോടുകൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഇസാക്ക് അപ്പനോട്, യാക്കോബ് വല്യപ്പൻ. ഈ വല്യപ്പൻ ഈ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കും. വരാനിരിക്കുന്ന പുത്തനാം യെരൂശലേമിനെ കുറിച്ചൊക്കെ അബ്രഹാം ആ വെളിപ്പാട് കിട്ടിയതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ സൺഡേ സ്കൂൾ പഠിക്കേണ്ട സമയത്ത് ഈ പുള്ളി എന്ത് ചെയ്യും? തോക്ക് കൊടുത്തുകൊണ്ട് വേട്ടയ്ക്ക് പോകും. അപ്പൊ ദൈവമാണോ കുറ്റക്കാരൻ? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് യാക്കോബിന്റെ മേൽ വന്നു? സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബിനെ മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നു. യേശാവിനെ ദേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. ഇനി യാക്കോബിന്റെ ഇപ്പൊ യേശാവിന്റെ പ്രവൃത്തി അടുത്ത പ്രവൃത്തി, പുള്ളി ജ്യേഷ്ഠാവകാശം വിറ്റു ഒരു ചുവന്ന പായസത്തിന് വേണ്ടി. അപ്പം ഈ ലോകത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് അഭക്തന്മാരായി തീരുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം അവന് കൊടുത്ത ജ്യേഷ്ഠാവകാശത്തെ അവൻ വിറ്റുകളഞ്ഞു.
എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ നിങ്ങൾ അഭക്തന്മാരായി തീരല്ലേ. അപ്പോൾ ദൈവത്തിന്റെ മുന്നറിവിൽ, ടൈം ലൈനിൽ ദൈവം കാണുകയാണ്, ഇവൻ ജ്യേഷ്ഠാവകാശം വിറ്റ് ഇവൻ ഒരു അഭക്തനായി തീരും. ഇവനെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഇവനിൽ എങ്ങനെ വാക്തത്വം നിറവേറ്റുവാനായിട്ട് കഴിയും? അവൻ വാക്തത്വ സന്തതിയാകുന്നില്ല. അവൻ രണ്ടുപേരും ജനിച്ചു, രണ്ടുപേരും ഇസാക്കിന്റെ മക്കളാണ്. പക്ഷേ യേശാവ് ദൈവത്തിന്റെ ലൈനിൽ നിന്ന് അകന്നുപോയി. രണ്ടാമത്, അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ജാതീയ ഹിത്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ആ സ്ത്രീകൾ വന്ന് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവരനിഷ്ടയാണെന്ന് കണ്ടപ്പോൾ യേശാവ് ഇവരെയും വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് യാക്കോബിനും അപ്പനും അമ്മയും പ്രദേശമുണ്ട്, നീ കനാന്യ സ്ത്രീകളെ ബന്ധമെടുക്കരുത്, നീ നമ്മുടെ വംശത്തിൽ തന്നെ ബന്ധമെടുക്കാവൂ. യാക്കോബ് അപ്പനെ അമ്മയെ അനുസരിക്കുന്നു. അവരുടെ വല്യപ്പന്റെയും അപ്പന്റെയും സൺഡേ സ്കൂളിൽ യാക്കോബ് ഇരിക്കുന്നുണ്ട്. യാക്കോബിന്റെ പ്രവൃത്തിയാക്കിയാൽ യേശാവിന്റെ പ്രവൃത്തി നോക്കിയാൽ രണ്ടും കണക്കാ. യാക്കോബ് യേശാവിനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. ഒന്ന്. രണ്ട്, ഉപായിയായിരുന്നു. യേശാവിനിട്ട് അനുഗ്രഹം, യേശാവിന്റെ ഉടുപ്പ് കൊണ്ട് തോലൊക്കെ ഉണ്ടാക്കി പറ്റിച്ച് അനുഗ്രഹം മേടിച്ചു. അപ്പോൾ പ്രവൃത്തി നോക്കിയാൽ യാക്കോബ് മോശക്കാരനാണ്, യേശാവ് മോശക്കാരനാണ്. യാക്കോബ് ദൈവത്തെ വിശ്വസിച്ചു. അതാണ് ആ തെരഞ്ഞെടുപ്പ് യാക്കോബിലോട്ട് വരുന്നത്. അതങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതിന് പഠിക്കേണ്ടത്. അതിന് ക്യാരക്ടർ പഠിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അവരെ ഹിസ്റ്ററി പഠിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. യാക്കോബ് ദൈവത്തെ ഫോളോ ചെയ്തു. ലാബാന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ ദൈവിക ദർശനമുണ്ടായ യാക്കോബ് ആ വിളി ഉണ്ടായപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ അനുസരിച്ചു. സ്തോത്രം. അപ്പോൾ തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ ഇതാണ് അവിടെ അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ മൂത്തവൻ ഇളയവനെ സേവിക്കും. ദൈവത്തെ അറിയാം ഇതെങ്ങനെ സംഭവിക്കും. രണ്ട്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദേഷിച്ചു. യാക്കോബിനെ സ്നേഹിച്ചു, യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ അർത്ഥം. പിന്നെ പറയുന്നു, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകുകയോ ദോഷമാകുകയോ ചെയ്യട്ടെ, ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടനിമിത്തം തന്നെ വരേണ്ടതിന്. ദൈവത്തിന്റെ ഇഷ്ടമാണ് യാക്കോബിൽ ആ വെളി വരാനുള്ള കാരണം. യേശാവ് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജ്യേഷ്ഠാവകാശം വിറ്റ് യാതൊരു ദർശനവുമില്ലാതെ ഈ അനുഗ്രഹമൊക്കെ മേടിക്കുമ്പോൾ യാക്കോബിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് യേശാവിൽ വരുന്നത്. പകയുടെ, ലോകത്തിന്റെ പ്രതീകമായി നിൽക്കുകയാണ് യേശാവ്. യാക്കോബ് ആത്മീയമായ അവന്റെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മളെയും പ്രവൃത്തി കൊണ്ടല്ല ദൈവം വിളിച്ചത്. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ പ്രവൃത്തിയല്ല. യാക്കോബ് ഉപായിയായിരുന്നു, കൗശലക്കാരനായിരുന്നു. പക്ഷെ അവൻ ദൈവത്തെ ഭയപ്പെട്ടു, അവൻ ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിന് ആരാധന കഴിച്ചവനാണ്. ദൈവത്തിന് ആരാധന കഴിക്കുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അത് ദൈവത്തിന്റെ മുന്നറിവിലുള്ള കാര്യമായതുകൊണ്ട് ദൈവം ആ വിളിയും തിരഞ്ഞെടുപ്പ് യാക്കോബിന്റെ മേൽ വരുവാനിടയായി തീർന്നു എന്നാണ് പൗലോസ് ഈ ഭാഗങ്ങളിൽ കൂടെ പ്രസ്താവിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ കുറെ കൂടെ ചില സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവം ന്യായരഹിതമായി പ്രവർത്തിച്ചോ? ദൈവം എന്തുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു, ഒരാളെ തള്ളുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ക്യാരക്ടറും അതിൻ്റെ ആ ഹിസ്റ്ററി വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ദൈവം നീതിമാനാണോ, ദൈവം അനീതിയുള്ളവനാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച തന്നെ വിശദമായി ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ഭാഗത്ത് നിന്ന് വിരമിക്കുന്നു. ഇത്രത്തോളം ദൈവം വചനം പഠിപ്പാനും കേൾപ്പാനും നമ്മെ ദൈവം ഒരിക്കലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കുന്ന ദൈവം അനീതിയുള്ള ദൈവമാണോ നീതിയുള്ള ദൈവമാണോ എന്നുള്ളതാണ് തുടർമാനമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥന ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ സൃഷ്ടി വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.